കാറുകൾ വളയം പിടിക്കുന്നത് ഇന്ന് അപൂർവ കാഴ്ചയല്ല. തോന്നയ്ക്കൽ ചെമ്പകമംഗലം കൈലാസത്തിൽ സസുന തമ്പി ഹെവി വെഹിക്കിൾ ലൈസൻസ് എടുത്തതിന്റെ സന്തോഷത്തിലാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചു എന്നുള്ളത് അഭിമാനകരവും. ഞാൻ 2008 വിത്ത് ഗിയർ ബൈക്കും കാറിൻ്റെ ലൈസൻസും എടുത്തത്. അപ്പോഴത്തൊട്ട് അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഹെവി എടുക്കണമെന്ന്. 2 വർഷം കഴിഞ്ഞ് ഹെവി എടുക്കാവുന്ന ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുമൊത്തം അതിങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛൻ അസുഖത്തിലാണ്, അതായത് ഇപ്പം ഓർമ്മ നഷ്ടപ്പെട്ട ഒരു രംഗയിലാണ്. അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ പിന്നും ഈ ഹെവി എടുക്കാനായിട്ട് വന്നത്. 2008 കാറിന്റെയും വിത്ത് ഗിയർ സ്കൂട്ടറിന്റെയും ലൈസൻസ് എടുത്തിരുന്നു. ടാങ്കർ ലോറി ഓടിക്കണം എന്നതാണ് സസുന തമ്പിയുടെ ആഗ്രഹം. എല്ലാവരും ഈ രംഗത്തേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കൊച്ചിയിലെ ബൈക്ക് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ കൂടെ ഇരുന്ന് ബൈക്ക് സ്റ്റിയറിംഗ് പിടിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഇത് ഗിയർ പിടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കുമായിരുന്നു. അവിടെ കിടന്ന് ഓടിയൊക്കെ ചെയ്യുമായിരുന്നു ആ റോഡുകളിലൊക്കെ. അപ്പം വീട്ടിലുള്ളവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ആ സ്ഥിതിയല്ല. ഇപ്പം എല്ലാവരും ഈ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും ഹെവിയും മറ്റുള്ള വാഹനങ്ങളും എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിനി ഹസാർഡ് എടുക്കാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് വലിയൊരു എന്തെങ്കിലും ഒരു തൊഴിലവസരം, ഹെവി ഓട്ടിക്കാനുള്ള തൊഴിലവസരം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭർത്താവ് സുധീറും മക്കളായ സ്വാതിയും സ്വാതിഷും സസുനയ്ക്ക് സപ്പോർട്ടായി കൂടെയുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആൺപിള്ളേരെ കാട്ടി കൂടുതൽ പെൺകുട്ടികളാണ് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുന്നോട്ട് വരുന്നത്. ആൺപിള്ളേർക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ട് വേറെ പഠിക്കാൻ. പക്ഷേ ഈ പെൺകുട്ടിയൊക്കെ അങ്ങനെയില്ല. നമ്മളെപ്പോലുള്ള ഒരു സ്ഥാപനങ്ങളിലൂടെ ആയിരിക്കും അവർ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ കൂടുതൽ ഒരുപാട് പേര് വന്ന് ഹെവി ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ച് പെൺകുട്ടികൾ തിരക്കുന്നുണ്ട്. അത് തന്നെ അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ നിർബന്ധിച്ചാൽ പോലും ഒരു കാർ പഠിക്കാൻ പോലും പെൺകുട്ടികൾ വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അവർക്ക് ഏറ്റവും എല്ലാ മേഖലയിലും അവർക്ക് ഉന്നതിയിൽ എത്തണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരുപാട് പെൺകുട്ടികളൊന്നും പഠിക്കുന്നുണ്ട്. അവരൊക്കെ ശരിക്കും ഫസ്റ്റിലേ പാസ്സായി പോകുന്നുണ്ട്. നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്ന അതേപടി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതിനാണ് പ്രത്യേകത. ആൺപിള്ളേരുടെ ചിലപ്പോൾ 2 ദിവസം പറയുമ്പോൾ ചിലർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അറിയാമെന്നുള്ള ഭാവം എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ ഉണ്ട്. പക്ഷേ പെൺപിള്ളേരെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ എന്ത് പറഞ്ഞാൽ അവരതിനെ ഉൾക്കൊള്ളും. ആ ഒരു ബഹുമാനത്തോടുകൂടി അത് അവർ ചെയ്യുന്നുണ്ട്. ആ തൊഴിലിനോട് അവർ 100% നീതി പുലർത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സസുന എന്നെ വന്ന് ബസ് ഡ്രൈവർ പഠിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് സമീപിച്ചത്. അപ്പോൾ കാറിൻ്റെ ലൈസൻസ് ഉണ്ട്, ബൈക്കിൻ്റെ ഉണ്ട്, ബസ് പഠിക്കണം. അച്ഛൻ ഹെവി ഡ്രൈവറായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബസ് പഠിക്കണമെന്നുള്ളത്, ഓട്ടിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോടൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും പറ്റുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആ ഒരു ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കുകയും ചെയ്തു. നന്നായിട്ട് പഠിക്കുക. ആദ്യത്തെ ടെസ്റ്റ് തന്നെ പാസ്സായി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ആദ്യമൊക്കെ തോന്നിയെങ്കിലും പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയാണ് അത് ഓട്ടി. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓട്ടിക്കുകയും ചെയ്യും. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോ സാനിറ്ററി, ആറ്റിങ്ങൽ.